Hi friends, jjfoodsandtravelworld പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഷിപ്പിൻ്റെ ഗ്യാരേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് മഴ കാരണം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്നും മഴ നല്ലോണം പെയ്യുന്നുണ്ട്. ചെറുതായിട്ട് കാണാൻ നിൽക്കതിൽ വീഡിയോയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം. മഴ പെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പുറത്തിറങ്ങി വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ നമുക്ക് ഗ്യാരേജിൻ്റെ അകത്തോട് കയറി കാണാൻ പറ്റി. അതായത് ഇതാണ് ഗ്യാരേജ്. അപ്പോൾ ഗ്യാരേജിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ന് വെച്ചാൽ ഷിപ്പിൻ്റെ റൂമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ ഗ്യാരേജിൻ്റെ അകത്ത്. അങ്ങനെ അതിൻ്റെ അകത്ത് കയറാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പുതിയൊരു ഷിപ്പ് MSCയുടെ ഷിപ്പാണെന്ന് തോന്നുന്നു. അത് പുതിയതായിട്ട് പണിയുന്ന ഷിപ്പാണ്. അതിലിപ്പോൾ വർക്കേഴ്സൊക്കെ ഉണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയാണ് ഷിപ്പിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാം. അതിൽ ആൾക്കാരൊക്കെ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും മഴ ഉണ്ട്. എങ്കിലും എന്താ പറയുക, നമ്മൾക്ക് ഇന്നലെയും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല വീഡിയോയിൽ മഴ കാരണം. അപ്പോൾ ഇന്ന് ചെറിയൊരു മഴയാണെങ്കിലും വീഡിയോ എടുക്കണമെന്ന് തന്നെ തീരുമാനിച്ചിറങ്ങി. അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി എന്ന് പറയാൻ വേണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഗ്യാരേജിൻ്റെ അവിടെ നിന്ന് പോന്നു. കുറച്ച് ഇങ്ങ് പോരുമ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഷെഫും ഉണ്ട്. അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആളുടെ കൂടെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു. സൂപ്പർ മാർക്കറ്റ് കാരിഫോറിൻ്റെ സൂപ്പർ മാർക്കറ്റാണ്. കാരിഫോർ ദുബായിലും അബുദാബിലൊക്കെ വർക്ക് ചെയ്തവർക്ക് അറിയാം. കാരിഫോറിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വന്നു. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഓരോ എന്താ പറയുക ഫിഷിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ കുറച്ച് ഫിഷ് മറ്റേ ക്ലാമ്പ് എന്ന് പറയും അത്. പിന്നെ ഇത് വേറെ ഫിഷ് ഉണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് യൂറോ ആണ് എഴുതിയിട്ടേക്കുന്നത്. പിന്നെ ഷിംസ്, ചെമ്മീൻ. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു കാഴ്ച കണ്ടു. എന്ന് വെച്ചാൽ എന്താ പറയുക, ഞണ്ടില്ലേ, നല്ല ഫ്രഷ് ഞണ്ട് അവിടെ സൂപ്പർ മാർക്കറ്റിൽ വെള്ളത്തിലിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നു. എന്താ പറയുക, ഫ്രഷ് ആയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും കഴിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അതങ്ങനെ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയായിരുന്നു ജീവനുള്ളത് തന്നെയാണോ എന്ന് നോക്കി. ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് തട്ടി നോക്കി. അപ്പോൾ സംഭവം അനങ്ങുണ്ട്, ഫ്രഷ് തന്നെയാണ്. അങ്ങനെ അത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ദേണ്ടായിരിക്കേണ്ട മൊത്തം വിസ്കി, ബ്രാൻഡി, റം എല്ലാ ഐറ്റംസും ഉണ്ട്. വൈൻ, ബീർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടിരിക്കുക. കൊടവരെ ഉള്ളതാണ്. ഈ ജാക്കറ്റിന്റെ വ്യത്യാസം ഉണ്ടോ? ചെറിയ കുപ്പി അല്ലേ? ഇതിപ്പോൾ ഓഫറൊന്നും അല്ലേ? നമ്മുടെ നാട്ടിലെ ജാക്കറ്റിൽ 1 ലിറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ 4500 കൊടുക്കണം. 22 യൂറോ എന്ന് പറയുമ്പോൾ 2500 വലിയ വെച്ച് 2500 വെച്ചില്ല ലാഭമുള്ളൂ അല്ലേ? ശിവാശ്രീയിലല്ലേ? ശിവാസത്തെ 43 യൂറോ. 43 യൂറോ എന്ന് പറയുമ്പോൾ 4500 രൂപ. 4500 ആണ് കൂട്ടിക്കോ. ഇപ്പൊ കടിക്കണേ നിങ്ങൾ തുപ്പി അത് മുകളിൽ അല്ലടാ മറ്റേ അത് തന്നെ. പക്ഷെ ചെറിയ കുപ്പിയാണ്. ചെറിയ കുപ്പില്ല. മൊത്തം വിസ്കിയും അതൊക്കെ ആണല്ലേ? അതെ. ഇവിടെ ബീറുണ്ടാ? ബീർ വേണ്ട അവിടെ. ഇത് മറ്റേ നമ്മൾ ഇത് ഫുഡിൽ അതല്ലടാ, നമ്മൾ ഫുഡിൽ കഴിക്കുന്നതല്ലേ? മറ്റേ നമ്മുടെ ഇതിന്റെ ബാറ്ററി അല്ലേ, ഫിഷ് ആൻഡ് ചിപ്സിന്റെ ബാറ്ററി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. നല്ലൊരു ജാക്കറ്റ്. ആ ലേഡീസിന്റെ വൈഫിനെ പറഞ്ഞ വേണമായിരുന്നു. നമ്മുടെ ജെ ഫുഡ് വേൾഡിന്റെ വ്ളോഗർ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് മേടിച്ചേക്കുന്ന സാധനമാണ്. ഇവനെ സമ്മതിക്കണ്ട, കണ്ണാടി വെച്ച് കണ്ണ് ചീഞ്ചി പഴുത്തിരിക്കടാ. അതാ കണ്ണാടി. അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി കണ്ടാ കിടക്കണ ഒരു സാധനമാണ് സ്വിഫ്റ്റ്. നമ്മുടെ നാട്ടിലെ സ്വിഫ്റ്റ് കാറ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കിത് കണ്ടപ്പോൾ വലിയ അതിശയം പോലെ തോന്നി. കാരണം നമ്മുടെ നാട്ടിലുള്ളത് ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല, വണ്ടികളൊന്നും കണ്ടിട്ടില്ല, കുറവാണ് എന്നാലും. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ അതൊന്ന് ഇപ്പം ക്യാമറയിൽ പകർത്തണമെന്ന് തോന്നി. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുവരുന്ന ഒരു ചർച്ച് പോലെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ചർച്ച് കണ്ടു. ആ ചർച്ച് എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് തോന്നുന്നു സൺഡേ മാത്രമേ പ്രയർ കാര്യങ്ങളും ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കാരണം ആ ചർച്ചിലും പോയപ്പോൾ നമ്മൾ ഒന്നും കാണാൻ പറ്റിയില്ല, ആരെയും കാണാൻ പറ്റിയില്ല, പ്രയറും കാര്യങ്ങളും നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആരെയും കാണാത്തത്. വീക്ക്ലി 1 ടൈമൊക്കെ ആയിരിക്കാം.
എനിവേ അപ്പോൾ നമ്മളും യാത്ര മുന്നോട്ട് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, നമുക്കൊരു ഡോഗിനെ കാണാം, ഒരു പട്ടീനെ കാണാം. നല്ല ഭംഗിയുള്ള ഒരു പട്ടി കേട്ടോ. അതിൻ്റെ ഓണർ അതിനെ പുറത്ത് കെട്ടിയിട്ടിട്ട് കടയിൽ കയറിയേക്കാന്ന് തോന്നുന്നു. ഇതെന്ത് ഷോപ്പാണെന്ന് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ ഇത് എനിക്ക് തോന്നുന്നു സിഗരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു. യെസ് അത് തന്നെയാണ്. ഇത് ഇവിടെ ഫ്രാൻസിൽ ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഷോപ്പുകളിൽ മാത്രമേ നമുക്ക് സിഗരറ്റ്, ഇലക്ട്രിക്കൽ സിഗരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ ഷോപ്പിൽ മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. അപ്പോൾ അവൻ വെറുതെ ഇങ്ങനെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ആളുടെ ഭാഷയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവൻ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ പുള്ളി ഇംഗ്ലീഷ് അറിയില്ല. അങ്ങനെ ആ ഷോപ്പിൽ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നോക്കി, കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അതേ ഇരിക്കുന്നു. ഇതാണ് ഇലക്ട്രിക്കൽ സിഗരറ്റ് അതൊക്കെ കണ്ടു. അങ്ങനെ ആ ഷോപ്പിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ അടുത്തൊരു ബീച്ച് കണ്ടു. നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണെന്ന് തോന്നി. കാരണം ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറുതായിട്ട് മഴ വീണുകൊണ്ട് അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. പക്ഷേ നല്ല ഭംഗിയാണ്. രണ്ട് സൈഡിലും നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ബീച്ച് കാണാൻ തന്നെ. അപ്പോൾ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീച്ചിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. എന്തോ ഒരു വർഷമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ലത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അവിടെ. കാരണം മഴയുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്, അതുകൊണ്ടായിരിക്കാം ആരും വരാത്തത്. പിന്നെ നൈറ്റൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ വരുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കുമ്പോൾ, അതായത് നമുക്ക് ബീച്ചിൽ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഒരു മരം കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചത്. നമുക്ക് ഇരിക്കാനും ഇതിനൊക്കെ ആയിട്ട് മരങ്ങൾ കൊണ്ടുള്ള സംഭവങ്ങളാണ് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ? അത് തന്നെ. ഓക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു പട്ടി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ. അതല്ല, ഇതൊരു വേറെ ഇനത്തിൽപ്പെട്ട ഒരു പട്ടിയാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ട് അത് സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മുതലാളി എന്നോട് പറയുന്നുണ്ട് അത് നിൽക്കടാന്ന്. പക്ഷേ ആൾ നിൽക്കണില്ല, ആൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും പയ്യെ മുന്നോട്ട് നീങ്ങി ബീച്ചിൻ്റെ കുറച്ച് കാഴ്ചകൾ കൂടി ഞങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിവേ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സമയമായെന്ന് തോന്നുന്നു. മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് തുടങ്ങുകയാണ്. ഞങ്ങളങ്ങനെ ഒരു ടാക്സി എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം മഴ പെയ്യുന്നുണ്ട്. മഴ നന്നായിട്ട് പെയ്ത് ഞങ്ങളുടെ ഷിപ്പ് അവിടെ കിടക്കുന്നുണ്ട്. സെലിബ്രിറ്റി അസൻ്റെ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. അവിടെ നിന്ന് ടാക്സി ഇറങ്ങി മുന്നോട്ട് പോകുന്നു. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും. ബൈ.